+1 സീറ്റ് വിഷയത്തിൽ ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപജില്ലാ കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച്. സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ഉമർ അമൽമോനടക്കമുള്ള സഹപ്രവർത്തകരെ, KSUവിന്റെ പ്രിയങ്കനായ മുൻ ജില്ലാ പ്രസിഡന്റ്, ഏറെ പ്രിയപ്പെട്ട ടോണി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മാത്യു കേരളം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കനായ KSU അസംബ്ലി യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രിയങ്കനായ ബിലാൽ സമദ്, KSU സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ഏറെ ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ, KSUവിന്റെ അസംബ്ലി ഭാരവാഹികൾ, ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ, അസംബ്ലി ഭാരവാഹികൾ അടക്കമുള്ള KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ ബഹളം വച്ച് പ്രതിപക്ഷം. നീറ്റ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധം. MP-മാരുടെ സത്യപ്രതിജ്ഞ തുടരുന്നു. സഭയിൽ ഭരണഘടനയുടെ പകർപ്പുമായി പ്രതിപക്ഷം. മുതലപ്പുഴയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതോടെ ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ മരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ലെന്നും മന്ത്രി. സർ, അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണൽത്തിട്ടകൾ പൊഴിമുഖത്ത് രൂപം കൊള്ളുന്നു. രണ്ടാമത്തെ കാര്യം, രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം. സർ, മൂന്നാമത്തെ കാര്യം, അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇരമ്പിക്കയറി പ്രതിഷേധം. കോഴിക്കോട് RDD ഓഫീസിലേക്ക് നടന്ന KSU മാർച്ചിൽ സംഘർഷം. ഓഫീസ് പ്രവർത്തകർ പൂട്ടാൻ ശ്രമിച്ചു. കോഴിക്കോട് റോഡ് ഉപരോധിച്ച് ഫ്രട്ടേണിറ്റി.
SFIയും സമരമുഖത്തേക്ക്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് മാർച്ച്. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള സർക്കാർ ചർച്ച നാളെ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി CBI. അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ നൽകി ബീഹാർ പോലീസ്. ചോദ്യപേപ്പറുകൾ കത്തിച്ച നിലയിൽ. പേപ്പർ ചോർച്ചയിൽ NDAയ്ക്ക് മേൽ കുറ്റം ചാരി കേന്ദ്രം. പരീക്ഷാ നടത്തിപ്പിലെ ഉന്നതതല സമിതി യോഗം ഇന്ന് ചേരും. പരീക്ഷാ നടത്തിപ്പിലെ മാറ്റങ്ങളടക്കം ചർച്ചയാകും. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിൽ എത്തിക്കും. മരണം കുഴിബോംബ് സ്ഫോടനത്തിൽ ട്രക്ക് തകർന്ന്. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. റഷ്യയിലെ വെടിവയ്പിൽ മരണം 15ആയി. ആക്രമണം നോർത്ത് കോക്കസസിലെ സിനഗോഗിനും പെന്റക്കോസ്റ്റ് പള്ളിക്കും നേരെ. പോലീസിന് നേരെയും ആക്രമണം. ആക്രമിത സംഘത്തിലെ 4 പേരെ വധിച്ച് സേന. ഈ വർഷത്തെ ഹജ്ജിനിടെ മാത്രം മരിച്ചത് 1301 തീർത്ഥാടകർ. മരിച്ചവരിലേറെയും അനധികൃതമായി ഹജ്ജിനെത്തിയവർ. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലെന്ന് സൗദി മന്ത്രി. യൂറോ കപ്പിൽ അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട് ജർമ്മനി. സ്വിറ്റ്സർലൻഡിനെ സമനിലയിൽ തളച്ചു. ഗോൾ പിറന്നത് അധിക സമയത്തിൽ. രക്ഷകനായി നിക്ലാസ് ഫുൾക്രൂഗ്. സ്കോട്ട്ലൻഡ് പുറത്ത്. ഹംഗറിയോട് പരാജയപ്പെട്ടത് 1 ഗോളിന്.